ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം മാരുതി സുസുക്കി ഇന്ത്യയിൽ ഇതുവരെ ഒരു മാസ് മാർക്കറ്റ് EVയോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രീമിയം EVയോ അങ്ങനെ ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല. ബേസിക്കലി ഇലക്ട്രിക് വണ്ടികളെ ഇറക്കിയിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോൾ പെൻഡിങ് ആയി നിൽക്കുന്ന ഒരു പുതിയ ഇലക്ട്രിക് വണ്ടിയാണ് EVX എന്ന് പറഞ്ഞ കോഡ് നെയിമിൽ അറിയപ്പെടുന്ന അവർ ഇതിനു മുമ്പ് കോൺസെപ്റ്റലൈസ്ഡ് ഫോമിലൊക്കെ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള വാഹനം. അതിന് ടെസ്റ്റിംഗ് ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് UK നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അവർ ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ അടുത്ത് വന്ന ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് ഇമേജസിൽ നമുക്കിതിനെ ഡിസൈൻ അതുപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ അവരത് മൊത്തം ക്യാമഫ്ലാജ് ചെയ്തായിരുന്നു വണ്ടി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ അതിനകത്ത് കാണാൻ പറ്റുന്നത് രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ്. ടോപ്പ് പോർഷനിലും ബോട്ടം പോർഷനിലായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും അത് നമുക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് അവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അതാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. പിന്നെ നമുക്ക് അതിൻ്റെ നടുവിലായിട്ട് പ്രൊജക്ടർ ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പ് കാണാൻ പറ്റും. അതും LED പ്രൊജക്ടേഴ്സ് തന്നെയായിരിക്കും എന്തായാലും, കാരണം അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിന്റിൽ വരാൻ പോകുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായും LED പ്രൊജക്ടേഴ്സ് അവർ ഓഫർ ചെയ്യും. ഈവൻ ഇപ്പോൾ അത്രയും പ്രൈസ് ഇല്ലാത്ത ബലേനോയിൽ വരെ നമ്മുടെ മാരുതി സുസുക്കി ഈവൻ സ്വിഫ്റ്റിലൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട് LED ലൈറ്റ്സ്. സോ അതെന്തായാലും ഉറപ്പായിട്ടും നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ ഗ്രില്ലിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് അവിടെ കാണാം. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര വലിയ ഗ്രില്ലിൻ്റെ സംഭവങ്ങളൊന്നും ഇല്ല, അത് മൊത്തം ക്ലോസ്ഡ് ആണ്. താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബമ്പറിൻ്റെ ഏരിയയിലാണ് കുറച്ചൊക്കെ മാരുതി സുസുക്കിയുടെ ടിപ്പിക്കൽ ഡിസൈൻ ലാംഗ്വേജ് പോലൊക്കെ തോന്നിയത്, കാരണം താഴത്തെ ഒരു നല്ല സിൽവർ സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടേക്ക് ഒരു ഫ്രോങ്സിൻ്റെയും ഗ്രാൻഡ് വിറ്റാരയുടെ ഒക്കെ ബോട്ടം എൻഡ്, അതായത് ബമ്പറിൻ്റെ ആ ഒരു രൂപകൽപ്പന പോലെ തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടയേഴ്സ് കാണാം. ഇത് പക്ഷേ ഇന്ത്യൻ സ്പെക്ക് വണ്ടിയല്ലേ ടെസ്റ്റിങ്ങിൽ കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഈ സെയിം അലോയ് വീൽസിൻ്റെ ഡിസൈൻ ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇത് ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ്, കുറച്ച് പ്ലെയിൻ ആണ്, പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈൻ വൈസ്. സിൽവർ വീൽസ് ആണ് ഇപ്പോൾ, പക്ഷേ നമുക്ക് മിക്കവാറും ഇന്ത്യയിലൊക്കെ കിട്ടാൻ പോകുന്ന ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് ഫിനിഷ് ആയിരിക്കും, കാരണം പൊതുവെ എല്ലാവരും അതാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ കൊടുക്കാറുള്ളത്. 16 or 17 ഇഞ്ച് വരെ ഇതിൻ്റെ ടയർ സൈസ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ORVMs എല്ലാം നമ്മൾ സാധാരണ സുസുക്കി വണ്ടികളിൽ കാണുന്ന സെയിം തന്നെയാണ്. ഇപ്പോൾ വേറൊരു കാര്യം ഇതിൻ്റെ സൈഡിൽ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. സ്വിഫ്റ്റിലൊക്കെ കൊടുത്തിരിക്കുന്ന പോലെ C-പില്ലറിലാണ് ഈ വാഹനത്തിൻ്റെയും ഡോർ ഹാൻഡിൽസിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ വേണമെങ്കിൽ മാറ്റാം, കാരണം കുറച്ച് മുന്നേയൊക്കെ കമ്പനികൾ ഇത് കൊടുക്കുമായിരുന്നു. 3rd ജനറേഷൻ സ്വിഫ്റ്റ് മാറി 4th ജനിലേക്ക് വന്നപ്പോൾ സുസുക്കി എന്നത് ഉപേക്ഷിച്ചാണ്. പക്ഷെ എന്തായാലും ഈ വണ്ടിയിലൂടെ അവർ വീണ്ടും ഈ ഒരു ട്രെൻഡ് തിരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയാം. ഏതായാലും ഈ വാഹനം സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പം ഒരു സപ്പോമീറ്റർ വാഹനമായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. 4.2 മീറ്റേഴ്സിനടുത്ത് വരെ ഇതിന് ലെങ്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മുടെ MGയുടെ ZCV ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഇതിന് ഡയറക്റ്റ് റൈവലറി ഉണ്ട് എന്ന് പറയും. ഇനിയിപ്പോൾ ക്രെറ്റയുടെയൊക്കെ ഇലക്ട്രിക് വേർഷൻ വരുന്നുണ്ട്, അതുമായിട്ടൊക്കെ ഇത് കോമ്പീറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ടാറ്റ കർവ് EV വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇനി ഇതിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബാക്കിലത്തെ ലൈറ്റ്സും ഈ ഒരു ഫോട്ടോയിലൂടെ ഏകദേശം കാണാം. ഇതിനകത്ത് ആകെ ഒരു ചെറിയ പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അതായത് എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അത് LED ലൈറ്റ്സ് ആണ്. അവിടെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 2 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നടുവിൽ നമ്മുടെ മെയിൻ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൊഡക്ഷൻ വേർഷനിൽ എന്തായാലും ബൂട്ട് ലിഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ടെയിൽ ലാംപ്സ് നമുക്ക് കാണാൻ പറ്റും, കാരണം അത് ഒരു കോൺസെപ്റ്റിലൊക്കെ കാണിച്ചതാണ്. പിന്നെ വേറെ പല സ്പൈ ഷോട്ട്സിലും അങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൂഫിലായിട്ട് അവർ നല്ലൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൈസുള്ള സ്പോയിലറാണ്, കാരണം വിൻഷീൽഡിൻ്റെ എഡ്ജിലത്തെ ആ ഒരു പോർഷനൊക്കെ അത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഷാർക്ക് ഫിനാൻഡിനെ നമുക്ക് കാണാം. അതുപോലെ താഴത്തെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന പോലെ അതിൻ്റെ ഒരു കട്ടൗട്ട് പോലെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിഫ്ലക്റ്റേഴ്സും സംഭവങ്ങളൊക്കെ ഒബ്വിയസ്ലി അവൈലബിൾ ആണ്. ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ വൈസ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്തായാലും ഇവർ പുതിയതായിട്ട് ഒരു ഇലക്ട്രിക് വണ്ടി ഇറക്കുന്നു എന്ന് പറയുമ്പം നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ തന്നെയാണ് ഈ വാഹനം ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ജസ്റ്റ് ഒരു പെട്രോൾ വണ്ടി എടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ബ്രസ എടുത്ത് ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഗ്രാൻഡ് വിറ്റാര ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തായാലും അവർ ചെയ്യുന്ന വർക്ക് ജെന്യൂൻ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ടൊയോട്ടയുടെ 27PL എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലാണ് ഈ വണ്ടി വരാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഇനിയും പുതിയ കുറച്ച് ഇലക്ട്രിക് വണ്ടികളിലൂടെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് EWX എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വണ്ടിയും കാണാം. അതിൻ്റെയൊക്കെ പേറ്റൻ്റ് ഒക്കെ ഇന്ത്യയിൽ ഒരു ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഡിസൈൻ ഇതിന് മുന്നേ ലീക്കായി വന്നിട്ടുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവായിരിക്കും. ഇനി ഇൻ കേസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. നമുക്കിതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് കിട്ടുന്നത്. ഇത് ഇന്ത്യൻ സ്പെക്ക് വണ്ടിയാണ് കേട്ടോ, പുറത്തെ വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കിട്ടുന്നത്. ഇതുവരെ നമ്മൾ സുസുക്കി വണ്ടികളൊന്നും കാണാത്തൊരു സ്റ്റിയറിംഗ് വീൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം ഫ്ലാറ്റ് ബോട്ടമാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ടൂ സ്പോക്ക് പോലെ തോന്നുകയും ചെയ്യും. പിന്നെ നടുവിൽ പ്രത്യേകിച്ച് ലോഗോ ഒന്നും കാണുന്നില്ലായിരിക്കും, പക്ഷേ അതവർ എനിക്ക് തോന്നുന്നത് എന്തോ ടേപ്പ് വെച്ച് എന്തോ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. ബാക്കി നമുക്ക്
നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ കൺട്രോൾസ് ഒക്കെ അവൈലബിൾ ആണ്. അതും നല്ല ഒരു പുതിയ കൺട്രോൾ പാനലാണ്, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആയിരിക്കും ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് അവർ കൊടുക്കാൻ പോകുന്നത്. ബാക്കി ഇതിൻ്റെ സെൻറ്റർ കൺസോൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്തൊരു ചെറിയ റോട്ടറി നോബ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവ് മോഡ്സും സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് അവിടെ കുറച്ച് ഗ്ലോസി ബ്ലാക്ക് എലമെൻസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേസിക്കലി ഇതിൻ്റെ സീറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഇതിനു മുമ്പ് ബലേനോയിലും മറ്റുമൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള സീറ്റ്സ് ആണ്. പക്ഷേ കളർ തീം കുറച്ച് ഡിഫറൻ്റ് ആണ്. ടാൻ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. ഹെഡ് റെസ്റ്റും ഒരു ഇത്തിരി ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ലൊരു ഹെഡ് റെസ്റ്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ AC വെൻസിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് കാണാം. അതും നമ്മൾ ഇതിനു മുമ്പ് ഇവരുടെ വണ്ടികളൊന്നും കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. പിന്നെ വേറൊരു ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഡിസൈൻ പാറ്റേൺ വരുന്ന ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സ്ക്രീൻസ് ആണ്. അതായത് നമ്മൾ XUV700ലും മറ്റുമൊക്കെ കാണുന്ന പോലെ ഒറ്റ പാനലിൽ ഇരിക്കുന്ന പോലെയുള്ള ഇൻഫോടൈം സിസ്റ്റവും ഇൻസ്ട്രുമെന്റ് ലിസ്റ്റും ആണ് ഇതിൻ്റെ അകത്തും വരാൻ പോകുന്നത്. ഇപ്പോൾ അവർ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. പക്ഷേ ഇതിനു മുമ്പ് അങ്ങനെ ഒറ്റ പാനലായിട്ട് നിൽക്കുന്ന സ്പൈ ഷോട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10.25 ഇഞ്ച് ആയിരിക്കും രണ്ടിൻ്റെയും, അതായത് ഒരെണ്ണത്തിൻ്റെ സൈസും എന്ന് വെച്ചാണ് പറയുന്നത്. അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും കേട്ടോ, അത് അങ്ങനെ കാണിച്ചിരിക്കുന്നുള്ളൂ. ഏകദേശം 700 ഉള്ള പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ബാക്കി ഫീച്ചേഴ്സായ വയർലെസ് ചാർജിങ്, അതുപോലെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, പിന്നെ നമ്മുടെ ഓട്ടോ AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഈവൻ ലെവൽ 2 അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം, അതൊക്കെ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്ന സംഭവങ്ങളാണ്. മാരുതിയുടെ ഇതിൽ അവർ അഡാസ് ആദ്യം മിക്കവാറും ഗ്രാൻഡ് വിറ്റാരിലായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ ഈ വണ്ടിയൊക്കെ ലോഞ്ച് ആകുമ്പോഴേക്കും ഇതിൽ കിട്ടും. റിയർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് അവൈലബിൾ ആണ്. കാരണം വണ്ടി സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചർ ആയതുകൊണ്ട് അവർക്ക് താഴത്തെ ഫ്ലോർ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല സ്പേസിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നോർമൽ ഒരു പെട്രോൾ ടു EV കൺവേർഷൻ വണ്ടി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നെക്സോൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലോർ ഭയങ്കര പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ സ്കേറ്റ് ബോർഡ് EV ആയതുകൊണ്ട് നമുക്ക് ഫ്ലോറിൽ കുറച്ചുകൂടെ സ്പേസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഫ്ലോർ കമ്പാരിറ്റീവ്ലി നമുക്ക് ഇപ്പോൾ സാധാരണ പെട്രോൾ വണ്ടിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തിരി പൊങ്ങിയായിരിക്കും ഇരിക്കുന്നതെങ്കിലും നമ്മളൊരു നോർമൽ പ്ലാറ്റ്ഫോം, അതായത് പെട്രോൾ ടു EV കൺവേർട്ട് ചെയ്ത വണ്ടിയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തിരി കൂടെ താന്നായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ AC വെൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നതിൽ കാണാൻ പറ്റും. അതുപോലെ ഡോർ ഹാൻഡിൽസ് നോക്കുകയാണെങ്കിൽ അതിൽ ക്രോം ടിപ്ഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഡോർ പാഡ്സിലാണെങ്കിലും സോഫ്റ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നതൊക്കെ ഇതിൽ നമുക്ക് കാണാം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വാഹനത്തിനകത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പുറത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ തന്നെ ഒരു ഗൺ മെറ്റൽ ഫിനിഷ് പോലത്തെ വരുന്ന അലോയ്സ് ആണ് നമുക്ക് ഇന്ത്യയിൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ 360 ക്യാമറയുടെ ഒരു ചെറിയ കട്ടൗട്ടൊക്കെ മിറേഴ്സിൽ വരുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ ബാറ്ററി കൺഫിഗറേഷൻസ് നമുക്കിപ്പോൾ ഏകദേശം അവൈലബിൾ ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് സുസുക്കി ഒഫീഷ്യലായിട്ട് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കൺഫേം ചെയ്യാൻ പറ്റുന്ന സോഴ്സാണ്. ഓട്ടോക്കാർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 കൺഫിഗറേഷൻ ഉണ്ട്. 40 kWh ബാറ്ററി പാക്കും 60 kWh ബാറ്ററി പാക്കും. അതിൽ 40 kWh ബാറ്ററി പാക്ക് ഒരു കുറച്ചും കൂടെ അഫോർഡബിൾ റേഞ്ചിൽ നിൽക്കുന്ന രീതിയിലുള്ള എൻട്രി ലെവൽ മോഡലായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. 60 kWh ബാറ്ററി പാക്ക് ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന മോഡൽ. അതിന് ഏകദേശം ക്ലെയിംഡ് റേഞ്ച് 500 to 600 അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്ന കർവ് EVയിൽ ടാറ്റ കൊടുക്കാൻ പോകുന്നത് 55 kWh ബാറ്ററി പാക്ക് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് പറയാം. പക്ഷേ സ്റ്റിൽ ഈ വണ്ടിക്ക് 5 kWh ബാറ്ററിയുടെ സൈസ് കൂടുതലുണ്ട്. മോട്ടറിൻ്റെ കൺഫിഗറേഷൻ ഒന്നും നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് അതിൻ്റെ പവർ ഫിഗേഴ്സ് എത്രയായിരിക്കും, ടോർക്ക് എത്രയായിരിക്കും, ആ വക കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അതൊക്കെ ലോഞ്ചിനോട് എടുക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ അത് കുറച്ച് നേരത്തെയുള്ള സ്റ്റേജാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ അറിയാമെന്ന് പറയുമ്പോൾ. പക്ഷേ തീർച്ചയായും ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് പവറിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല. ഓൺ പേപ്പർ എത്രയാണ് അവർ പറയുന്നത് എങ്കിലും. പിന്നെ അവർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള അനുസരിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പും അവൈലബിൾ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ്, അതായത് ഫ്രണ്ട് വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ്, അങ്ങനെ 2 കൺഫിഗറേഷൻസ് ഉണ്ടാവുമായിരിക്കും. ഗൈസ്, അപ്പോൾ ഇതാണ് പുതിയ സുസുക്കി EVXൻ്റെ ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.